Okay, so finally Realme 8 series Realme in the launch ചെയ്തു. മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറയാൻ പറ്റും ഈ ഒരു സീരീസിനെ കുറിച്ച്. കാരണം എനിക്ക് തോന്നുന്നു റെഡ്മിയുടെ നോട്ട് 10 സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പുതിയ ഒരുപാട് ഫീച്ചേഴ്സ്, പുതിയ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ Realme 8 സീരീസിൻ്റെ ലോഞ്ച് ഇവൻ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അത്രയും ആ ലെവലിലുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ടോട്ടലി 2 ഫോൺസാണ് Realme ഇന്ന് ലോഞ്ച് ചെയ്തത്, Realme 8 പിന്നെ Realme 8 Pro. 2 ഫോൺസും നല്ല ഫോൺസ് തന്നെയാണ്, അങ്ങനെ മോശമായ ഫോൺസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയൽമിയുടെ പ്രീവിയസ് Realme 7 സീരീസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എല്ലാം ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ. എന്തൊക്കെയായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ Realme 8 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അന്നത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ Realme ഇന്ന് ലോഞ്ച് ചെയ്ത Realme 8 8 Proയും നമുക്ക് ഒരുമിച്ച് കാണാം. പ്രത്യേകം കണ്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട, ഒരുമിച്ച് കാണാം, കാറ്റഗറി വൈസ് പോകാം. സോ ഫസ്റ്റ് ആണ് ഇതിൻ്റെ ലുക്കും ഫീലും എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഫോൺ എൻ്റെ കയ്യിലില്ല. സോ ബിൽഡും ലുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡെയർ ടു ലീപ്പ് ലോഗോ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള സംഭവമാണ്, എനിക്കത് ഇഷ്ടമല്ല. ഡെയർ ടു ലീപ്പ് ലോഗോ ഈ ഒരു ലോഞ്ച് ഈവൻറ്റ് കാണുമ്പം ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് പോലും അത് അത്രയും പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം അവരെപ്പോഴും ബോൾഡ് ഡിസൈൻ എടുത്ത് പറയുന്നുണ്ട്. കാരണം അവർക്കറിയാം അത്രയും അതല്ല, സട്ടലല്ല. സോ സട്ടൽ അല്ലാത്തൊരു ഡിസൈൻ ആണെങ്കിൽ ബോൾഡ് എന്ന് എടുത്ത് പറയേണ്ടി വരും. സോ Realme 7 Pro നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആയിരുന്നു, ഒരു നല്ല ഗ്രേഡിയൻ ലുക്ക് കൊടുത്തിട്ട് നല്ല മാറ്റ് ഫിനിഷ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ Realme 6 Proയിൽ ഗ്ലാസ് ബാക്ക് ആയിരുന്നു. Realme 7 Pro വന്നപ്പോഴേക്കും ഗ്ലാസ് എടുത്ത് മാറ്റി പ്ലാസ്റ്റിക് ആക്കിയിരുന്നു. ദാറ്റ് ഈസ് ഓക്കെ, കാരണം പ്ലാസ്റ്റിക് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്, നല്ല സ്മൂത്ത് ഫിനിഷ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല മാറ്റ് ഫിനിഷ് ആയിരുന്നു. ഫിംഗർ പ്രിൻറ്റ് അങ്ങനെ പതയില്ലായിരുന്നു. സോ ഡിസൈനിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, 2 ഫോൺസിനും പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. 2 ഫോൺസും ഏകദേശം 176 ഗ്രാമാണ് 2 ഫോൺസിൻ്റെ വെയിറ്റ്. സോ തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ഫോൺസാണ്. Realme 7 Proയും നല്ല ലൈറ്റ് വെയിറ്റ് ഫോണായിരുന്നു. ഇത്തവണ അതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ഫോണാണ് ഈ 2 ഫോൺസും, Realme 8 ആയാലും Realme 8 Pro ആണെങ്കിലും. 7.9 mm തിക്നെസ് ആണ് Realme 8ൻ്റെ, Realme 8 Proൻ്റെ 8.1 mm തിക്നെസ്. സോ ഓൾമോസ്റ്റ് ഇൻ ഹാൻഡ് ഫീൽ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി സെയിം ആയിരിക്കും 2 ഫോൺസിൻ്റെയും. പിന്നെ പ്രത്യേകം റേറ്റിംഗ് ഒന്നും വരുന്നില്ല, സോ IP റേറ്റിംഗ് ഒന്നും വരുന്നില്ല. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ രണ്ടിലും എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷനുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്, 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, കാരണം Realme അത് പറഞ്ഞിട്ടില്ല. സോ മിക്കവാറും ഗൊറില്ല ഗ്ലാസ് 3 അല്ലെങ്കിൽ 3+ ആയിരിക്കും, അല്ലെങ്കിൽ അവരെടുത്ത് പറഞ്ഞതിന്. HDR10 സപ്പോർട്ട് ഉണ്ടോ എന്നറിയില്ല, അതും അവരെടുത്ത് പറഞ്ഞിട്ടില്ല. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, അതായത് സൺലൈറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് 1000 നിറ്റ്സിൻ്റെ. പ്രൊസസ്സറിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 2 പ്രോസസ്സർ നല്ല പ്രോസസ്സർ തന്നെയാണ്. മീഡിയാടെക് G95 ആണെങ്കിലും Qualcomm Snapdragon 720G ആണെങ്കിലും അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ അപ്പോൾ 720G ഇപ്പോൾ 3ാം തവണയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ Realme 6 Proയിൽ 720G ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു പുതിയൊരു ചിപ്സെറ്റാണ്, 730Gനേക്കാളും ബെറ്റർ ചിപ്സെറ്റാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. Realme 7 Proയിൽ അവർ വീണ്ടും അത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അവരതിനെ ഓപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ട് ഇത്തവണ കൂടുതൽ ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് Realme 7 Proയിൽ കുറച്ചുകൂടി ബെറ്റർ സംഭവം കിട്ടും, ബെറ്റർ ഒരു ഓപ്റ്റിമൈസേഷൻ, ബെറ്റർ ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത്തവണ വീണ്ടും അവർ 720G കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നി, കാരണം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. 2 തവണ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്, ഒന്നോട് വീണ്ടും കൊണ്ടുവരുമ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവരുടെ തന്നെ പ്രീവിയസ് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലേശം അണ്ടർവെൽമിംഗ് ആയിരുന്നു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും. 720G നമുക്കറിയാം 4G ചിപ്സെറ്റാണ്, 8 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റാണ്, 2.3 GHz ക്ലോക്ക് സ്പീഡൊക്കെ ഉണ്ട്, Adreno 618 ആണ് GPU. 720Gയിലുള്ള അതേ ഒരു പ്രശ്നമാണ് Helio G95 ഉള്ളത്. ഓൾറെഡി ഒരുപാട് തവണ നമ്മൾ കണ്ട ഒരു സംഭവമാണ് Helio G95. Realme ഫോൺസിൽ തന്നെ എത്ര തവണ കണ്ടിട്ടുണ്ട്. Realme 7 ഉണ്ടായിരുന്നു, പിന്നെ Realme 6 G90 ആയിരുന്നു. G90 95 തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ആ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പിന്നെ മേജർ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. സോ Realme 7 ഉണ്ടായിരുന്നു, Narzo 20 Proയിലുണ്ടായിരുന്നു. സോ 2 തവണ ഓൾറെഡി കണ്ട ഒരു ചിപ്സെറ്റാണ് G95, അത് ഒന്നോടെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ലോഞ്ച് ഈവൻറ്റിൽ അവരെടുത്ത് പറയുന്നുണ്ടെങ്കിലും പഴയ ചിപ്സെറ്റുകളാണ്, എസ്പെഷ്യലി 720G ഒരു വർഷം കഴിഞ്ഞു 720Gക്ക്. G95 4G 12 നാനോമീറ്റർ ഒക്ടാ കോർ ചിപ്സെറ്റാണ്, 2.05 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. Realme 8ൽ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, അതിൻ്റെ മെയിൻ കാരണമാണ് G95 ഹീറ്റപ്പ് ആവാറുണ്ട്. കൂടുതൽ നേരം 1-2 മണിക്കൂർ അടുപ്പിച്ച് ഗെയിം കളിക്കുമ്പോൾ G95 തീർച്ചയായിട്ടും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് അതിന്, അതുകൊണ്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഫോൺസിനും ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ്, ലേറ്റസ്റ്റ് Android 11 വിത്ത് Realme
2.0. സോ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഫോൺസ് ആണ് വിത്ത് റിയൽമി UI 2.0. നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് റിയൽമി 2.0. സ്പെഷ്യലി സെക്യൂരിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. റിയൽമി 8 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 128GB, 6GB 128GB, 8GB 128GB. സോ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, 64GB ഇല്ല, എല്ലാം 128GB ആണ്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, റിയൽമി 8 Pro 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB, 8GB 128GB. സോ ഇതാണ് ബേസിക്കലി RAM സ്റ്റോറേജ് വേരിയൻസ്. എനിക്ക് തോന്നുന്നത് LPDDR4X RAM ആണ്, UFS 2.1 ആണ് സ്റ്റോറേജ്. കാരണം റിയൽമി അതിനെക്കുറിച്ച് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സോ മിക്കവാറും എക്സാക്ട്ലി സെയിം റാമും സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും. ഡെഡിക്കേറ്റഡ് SD കാർഡിൻ്റെ സ്ലോട്ട് കാണാൻ ചാൻസ് ഉണ്ട്. നോർമലി റിയൽമി കൊടുക്കാറുണ്ട്. സോ ഇതിലും കാണും മിക്കവാറും. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ഫോൺസിൻ്റെയും ക്യാമറ സെറ്റപ്പ് നോക്കാം. സോ ക്യാമറ സെറ്റപ്പ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. കഴിഞ്ഞ വർഷം റിയൽമി 7 Proയിലും 7ലും എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. ഈവൻ അതും സെയിം ആയിരുന്നു, പ്രൈമറി സെൻസർ. പക്ഷേ ഇത്തവണ പ്രൈമറി സെൻസർ വ്യത്യാസമുണ്ട്. ഓബ്വിയസ്ലി റിയൽമി പലതവണ വീണ്ടും പബ്ലിസൈസ് ചെയ്തൊരു സംഭവമാണ്. ഇത്തവണ എന്തായാലും 108 മെഗാ ക്യാമറ വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നിട്ടുമുണ്ട്. റിയൽമി 8 Proയിൽ 108 മെഗാ ക്യാമറ സെൻസറാണ്. ബേസിക്കലി സാംസങ്ങിൻ്റെ ഐസോസെൽ HM2 സെൻസറാണ്. നമ്മളിപ്പം റെഡ്മി നോട്ട് 10 Pro Maxൽ കണ്ട എക്സാക്ട്ലി സെയിം ക്യാമറ സെൻസറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ ഒരു സെൻസർ 9:1 പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് 12 മെഗാ നോർമൽ ഫോട്ടോസ് തരുന്നത്. അതിനോടൊപ്പം തന്നെ ബാക്കി 3 ക്യാമറാസ് എക്സാക്ട്ലി സെയിം ആണ്. 8 മെഗാ അൾട്രാ വൈഡ് ഉണ്ട്, 2 മെഗാ മാക്രോ, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. അൾട്രാ വൈഡിനെ കുറിച്ച് അല്ലെങ്കിൽ മാക്രോനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ലേശം അണ്ടർവെൽമിംഗ് ആയിട്ട് തോന്നി. സോ ബാക്കി കമ്പനികളൊക്കെ ആണെങ്കിൽ അൾട്രാ വൈഡ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും അതിനെക്കുറിച്ച്. ഇത്തവണ ഒന്നും അങ്ങനെ റിയൽമി ചെയ്തിട്ടില്ല. റിയൽമി 8 സീരീസിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വേറെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 2nd ജനറേഷൻ സ്റ്റാർ മോഡ്, ടിൽ ഷിഫ്റ്റ്, സിനിമാറ്റിക് പോർട്രേറ്റ്, ഡ്യുവൽ വ്യൂ വീഡിയോ, അൾട്രാ നൈറ്റ് സ്കേപ്പ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. രണ്ട് ഫോൺസിൻ്റെയും റിയർ ക്യാമറ സെറ്റപ്പ് വെച്ച് മാക്സിമം 4K വീഡിയോസ് എടുക്കാൻ പറ്റുമോ 30 FPS. സെൽഫി ക്യാമറ അവർ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. മെൻഷൻ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടിലും 16 മെഗാ സെൽഫി ക്യാമറയാണ്. അത് ലേശം ഒരു ഡൗൺ ഗ്രേഡ് ആണ്. നമ്മുടെ റിയൽമി 7 Pro വെച്ച് നോക്കുമ്പോൾ റിയൽമി 7 Proയിൽ 32 മെഗാ സെൽഫി ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ മെൻഷൻ ചെയ്യാത്തത്. സോ റിയൽമി 8ൽ 5000 mAh ബാറ്ററി ഉണ്ട്, 30 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജർ. റിയൽമി 8 Proയിൽ സെയിം എക്സാക്ട്ലി 4500 mAh ബാറ്ററിയാണ്. റിയൽമി 7 Proയിൽ വന്ന എക്സാക്ട്ലി സെയിം ബാറ്ററി ഇതിലും വരുന്നുണ്ട്, 4500 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ ഇത്തവണ ചാർജിങ് കപ്പാസിറ്റി കുറച്ചു. കഴിഞ്ഞ തവണ 65 വാട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ചാർജറും ഉണ്ടായിരുന്നു. ഇത്തവണ 65 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്, പക്ഷേ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 50 വാട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിയൽമി X7 ഫോൺസൊക്കെ ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും. രണ്ട് ഫോൺസിലുമുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ട് ഫോൺസിലും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. റെഡ്മി നോട്ട് 10 സീരീസിൽ ഒരു ഫോണിൽ പോലും ഇല്ല അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഇതിൽ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ ഉണ്ട്. ഡ്യുവൽ സ്പീക്കർ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം അതും റിയൽമി എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഫൈനലി നമുക്ക് ഈ രണ്ട് ഫോൺസിൻ്റെ പ്രൈസ് നോക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രാങ്ക് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രാങ്ക് ഒപ്പീനിയൻ ത്രൂ ഔട്ട് ഷെയർ ചെയ്തിരുന്നു, ഇനിയും ഷെയർ ചെയ്യാം. ഫൈനൽ ഫ്രാങ്ക് ഒപ്പീനിയൻ. റിയൽമി 8ൻ്റെ 4GB 128GB പ്രൈസാണ് 14,999. 6GB 128GB പ്രൈസ് 15,999. 8GB 128GB പ്രൈസാണ് 16,999. റിയൽമി 8 Proൻ്റെ 6GB 128GB പ്രൈസാണ് 17,999. 8GB 128GB പ്രൈസാണ് 19,999. സോ ഇതാണ് ബേസിക്കലി പ്രൈസസ് ഓക്കെയാണ്. പ്രൈസിങ്ങിൽ പ്രശ്നമൊന്നുമില്ല, നല്ല അഗ്രസീവ് പ്രൈസിങ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ. അപ്പം റിയൽമി ഫാനാണ് അല്ലെങ്കിലും ആരും ആയിക്കോട്ടെ, ഒരു എക്സൈറ്റിംഗ് പുതിയൊരു സീരീസ് വരുമ്പോൾ പുതിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. പിന്നെ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് കൂടും, തീർച്ചയായിട്ടും കൂടും. അത് മാത്രമല്ല, റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ലോഞ്ചിന് ശേഷം മാധവ് ഷേട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, എല്ലാവരും റിയൽമി 8ന് വേണ്ടി വെയിറ്റ് ചെയ്യണം, എന്തോ ഭയങ്കര തകർപ്പൻ എന്തോ വരുന്നുണ്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയില്ല. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, റിയൽമി 8 ആണെങ്കിലും 8 Pro ആണെങ്കിലും രണ്ടും നല്ല ഫോൺസ് തന്നെയാണ്, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഒരു സീരീസ് പുതിയൊരു വർഷം വരുമ്പോൾ നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള മാർക്കറ്റ് അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് അല്ല വന്നിരിക്കുന്നത്. ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സോ രണ്ടിലും ഇപ്പം സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഉണ്ട്. സോ റിയൽമി 8ലും സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ 108 മെഗാ ക്യാമറ സെൻസർ വരുന്നുണ്ട്. സോ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. ബാക്കി എക്സാക്ട്ലി ഈവൻ പ്രൊസസ്സർ പോലും സെയിം പ്രൊസസ്സറാണ്. പിന്നെ ആ ഒരു ബാക്ക് സൈഡിൽ ഡെയർ ടു ലീപ്പിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ പറഞ്ഞില്ല, രണ്ട് ഫോൺസ് നല്ല ഫോൺസ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്, കുറച്ചുകൂടെ പവറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഈ ഒരു
റിയൽമി 8 സീരീസിന്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഫ്രാങ്ക് ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്തിരിക്കും, അത് വേറെ കാര്യമാണ്, ചെയ്യാം നമുക്ക്. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രാങ്ക് ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മടിക്കട്ടെ. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരും. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.